ആഗമം മീഡിയയുടെ ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. നാസിക്കിലെ ടാറ്റയുടെ സ്ഥാപനമായ TCSൽ ഹൈടെക് ജിഹാദ് നടന്നതായി തെളിവുകൾ. ഇസ്ലാം മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഭരണഘടനാപരമായ യാതൊരു വിലക്കുകളും ഇല്ല. അങ്ങനെ വിലക്കുകൾ ഏർപ്പെടുത്തിയാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം എല്ലാ മതവിശ്വാസികൾക്കുമുണ്ട്. പക്ഷേ ചില പെൺകുട്ടികളെ പ്രണയം നടിച്ച് അങ്ങനെ വിവാഹം വാഗ്ദാനം കൊടുത്തിട്ട് നിർബന്ധിച്ച് മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതാണ് TCSൽ നടന്നതായിട്ട് വാർത്തകൾ പരന്നിരിക്കുന്നത്. അത് ഹൈടെക്കിലുള്ള സംവിധാനങ്ങളാണ്. ഇത് ലോകത്തിലെമ്പാടും നടക്കുന്ന കാര്യവുമാണ്. കുടിയേറ്റക്കാരായി അല്ലെങ്കിൽ അഭയാർത്ഥികളായി യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തപ്പെട്ടവർ അവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ വേണ്ടുവോളം ആസ്വദിച്ച ശേഷം അവരെ നിർബന്ധിച്ച് ഈ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പ്രവണത നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അത് ഒരു മതസ്ഥരും ചെയ്യാൻ പാടില്ലാത്തതാണ്. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് പാലായിലെ ബിഷപ്പ് ഏതാനും വർഷങ്ങൾ മുൻപ് പറഞ്ഞപ്പോൾ അതിനെതിരെ ഘോരഘോരം അട്ടഹസിച്ചുകൊണ്ട് SDPIയും തീവ്രവാദികളുമൊക്കെ സമരം നയിച്ചിട്ട് അതിലൂടെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതുപോലെയുള്ള പ്രവണതകളെ ഏത് മതസ്ഥരും ചോദ്യം ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങളും ചോദ്യം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ സാമുദായിക സൗഹൃദത്തിന് വളരെ കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ്. വിശേഷിച്ച് അധാർമിക മാർഗത്തിലൂടെയാണ് ഈ മതമാറ്റ പ്രക്രിയ നടന്നതെന്ന് വേണ്ടുവോളം തെളിവുകൾ മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ ഈ പ്രവൃത്തികൾ ചെയ്തവർ അവരുടേതായ ന്യായങ്ങൾ ഉന്നയിക്കുകയോ ആവിഷ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇത് സംഭവിച്ച കാര്യമാണെന്ന് നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാം. ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ഉറഞ്ഞു തുള്ളുന്നതുപോലെ അവിടെ ഭീകരമായ സംഭവങ്ങൾ നടന്നു കാണാനിടയില്ല. അവർ നോക്കിയിരിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. സംഘപരിവാർ ചെയ്യുന്ന പ്രവൃത്തിയോ അവർ ഖർബാബസ് നടത്തും, അവർക്കതാകാം. പക്ഷേ മറ്റാരെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അവർ ഘോരഘോരമെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഇവിടെ ഒട്ടേറെ സംഘപരിവാറുണ്ട്. അധസ്ഥിര ആളുകൾ മതം മാറിയ ഉടനെ അവർ ചെല്ലും, അവർ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടും. പക്ഷെ അവർ അധസ്ഥിതരായി കഴിയുമ്പോൾ ഒരു ചെറുവിരൽ പോലും അവർ അനക്കുകയില്ല. ഇത് ഇവിടുത്തെ വ്യവസ്ഥയായി തീർന്നിരിക്കുക. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ നിഷ്പക്ഷമതികൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ആഗമം മീഡിയ വഴി ഞങ്ങൾ സത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകും.